ഹലോ, എന്നാണ്ട് വിശേഷം? ഓസ്ട്രേലിയ പോകുന്ന പറഞ്ഞ വാശി പിടിച്ച് നടന്നിട്ട് ഇപ്പൊ ഗ്രൂപ്പിലൊന്നും കാണാനില്ലല്ലോ. ആ ചേച്ചി, ഞാൻ കുറച്ച് ബിസി ആയി. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഓസ്ട്രേലിയ നിന്നാണ് വിളിക്കുന്നത്. ആഹാ, ഓസ്ട്രേലിയയിലോ? ഇത്ര പെട്ടെന്നോ? വിസിറ്റിംഗ് വിസയ്ക്ക് കറങ്ങാൻ പോയതാണോ? വിസിറ്റിംഗ് വിസ ഒന്നുമില്ല ചേച്ചി, ഞാനിപ്പോൾ ആക്ച്വലി PR ഹോൾഡറാണ്. ജോലിയൊക്കെ സെറ്റായി. പിന്നെ കഴിഞ്ഞ തവണ എല്ലായിടത്തും പറഞ്ഞ് ചീറ്റി പോയതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഒന്ന് റെഡി ആയിട്ട് പറയാൻ അത് ഞാൻ പിന്നെ വിളിക്കാത്ത ചേച്ചി. എന്തായാലും ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയി പോയിട്ടോ. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും ചേട്ടി ചേച്ചി, ഇൻവിറ്റേഷൻ വന്നപ്പോഴത്തേക്കാണ് എല്ലാം ഒന്ന് വിശ്വാസമായത്. ഇത്ര പെട്ടെന്ന് എല്ലാം ഓക്കെ ഒന്നും ഞാനും പോലും വിചാരിച്ചില്ല. FBയിൽ ചുമ്മാ കുത്തിയിരുന്നപ്പോഴത്തേക്കും ഈ ഫ്ലൈ വേൾഡിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഈ 8-10 മാസമൊക്കെ കൊണ്ട് PR റെഡിയാകുമെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഫേക്ക് ഡയലോഗ് ആയിരിക്കുമെന്ന്. ആഹാ, ഫ്ലൈ വേൾഡ് വഴിയായിരുന്നോ? അന്ന് നീ എളുപ്പവഴി തപ്പി പോയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, എളുപ്പവഴിയല്ല ശരിയായ വഴി തന്നെ തിരഞ്ഞെടുക്കണമെന്ന്. അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള മൈഗ്രേഷൻ ലോയേഴ്സ് തന്നെ വേണം. ചേച്ചി പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഞാൻ ഈ കൺസൾട്ടേഷൻ ഫ്രീ ആണ്ട് വെറുതെ കയറി അപ്ലൈ ചെയ്തതാണ്. പിന്നെ ഫ്ലൈ വേൾഡിൻ്റെ എക്സ്പെർട്ട് ലോയേഴ്സ് എന്നെ വിളിച്ച് ആപ്രായുടെയും PR രജിസ്ട്രേഷൻ്റെയും പ്രൊസീജിയേഴ്സ് കറക്റ്റായി പറഞ്ഞു തന്നു. പിന്നെ അതിനുശേഷമുള്ള പ്രൊസീജിയേഴ്സൊക്കെ വളരെ സ്മൂത്തായി. ഇപ്പോൾ ഫ്ലൈ വേൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഓസ്ട്രേലിയ നിൽക്കുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോയ കഥ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മാത്രം കഥയല്ല കേട്ടോ. സക്സസ്ഫുൾ ആയി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പറയാൻ ഒരേ ഒരു കഥയേ ഉള്ളൂ, ദ സക്സസ് സ്റ്റോറി വിത്ത് ഫ്ലൈ വേൾഡ്. അപ്പം നിങ്ങളും ഓസ്ട്രേലിയ ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ ഇനി കുറുക്കു വഴികളില്ല, ശരിയായ വഴി മാത്രം, ഫ്ലൈ വേൾഡ്.